ഹലോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൂന്തൽ റോസ്റ്റ് ചെയ്യാൻ പോവാട്ടോ. അച്ഛൻ പുറത്ത് പോയപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ കുറച്ചൊക്കെ ക്ലീൻ ചെയ്തിട്ടാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിനി അത് കട്ട് ചെയ്യാൻ പോവാട്ടോ. ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഉപ്പിട്ടും അല്ലാതെയും ഒരു 5-6 തവണ കഴുകണം കേട്ടോ. നല്ല ക്ലീനായിട്ട് കിട്ടും. അപ്പോൾ ഇതാ കണ്ടോ, ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി നല്ല കഴുകി എടുക്കണം. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ആവശ്യമായ സാധനങ്ങളാട്ടോ. സവാള, പച്ചമുളക്, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ക്രഷ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. പിന്നെ നമ്മൾ ഒരു തക്കാളി എടുത്ത് പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് കേട്ടോ ഇത്. ഇനി നമ്മൾ കടുക് പൊട്ടിയതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ക്രഷ് ചെയ്ത് വെച്ചതാട്ടോ ഇട്ടേക്കുന്നത്. അത് ഇട്ടിട്ട് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ സവാളയും പച്ചമുളകും കൂടി ചേർത്ത് നന്നായിട്ട് ബ്രൗൺ കളറാവുന്ന വരെ നന്നായിട്ട് വഴറ്റിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ ഏകദേശം ആ കളറായിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത് അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് മഞ്ഞൾപ്പൊടി. ആദ്യം മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ നമ്മളിടുന്നത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ഇട്ടു. മല്ലിപ്പൊടിക്ക് ശേഷം കുരുമുളക് പൊടി. ഇതിനകത്ത് മുളക് പൊടി ഇടുന്നില്ല കേട്ടോ. മുളക് പൊടി ഇടാത്ത എന്താണെന്ന് വെച്ചാൽ അച്ഛൻ പറഞ്ഞു, മുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ കൂന്തലിൻ്റെ ആ ടേസ്റ്റ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തില്ല. അപ്പോൾ മുളക് പൊടി ഇടാതെ ഉണ്ടാക്കാനാട്ടോ അച്ഛൻ പറഞ്ഞത്. അപ്പോൾ അച്ഛൻ പറയുന്നത് അനുസരിച്ചാട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ മല്ലിപ്പൊടിയും കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാം ചേർത്ത് മിക്സ് ചെയ്തു. അതിനുശേഷം നമ്മൾ ആ തക്കാളി പേസ്റ്റാക്കി വെച്ചത് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതെല്ലാം കൂടി ഒന്ന് മിക്സായി വരുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം. വെള്ളം ഒഴിച്ച് നമ്മളതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ കൂന്തൽ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ പ്രാവശ്യത്തെ കൂന്തൽ റോസ്റ്റ് അച്ഛൻ പറഞ്ഞതനുസരിച്ചാട്ടോ. അപ്പോൾ ആ വെള്ളം തിളച്ച് വരുമ്പോൾ ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ കൂന്തലിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ആ ഗ്രേവി എല്ലാം അതിൻ്റെ അകത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് പിടിപ്പിക്കണം. കൂന്തൽ വേവാൻ വേണ്ടി നമ്മൾ ഇടയ്ക്കൊന്ന് അത് മൂട്ടി വെച്ച് വേവിക്കണം കേട്ടോ. അതിന് ശേഷമാണ് ഇത്രയും വെള്ളമാവുന്നത്. പിന്നെ മൂടി എടുത്തിട്ട് നമ്മൾ ഇളക്കി അതിൻ്റെ വെള്ളം വറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ടാറ്റാ, ബൈ.